അപ്പൊ ദേ പനിയൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് കഴിക്കുന്ന കുളിക്കാട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജപ്പൻ ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. ആള് നല്ല ഉറക്കാണ്. ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ഒക്കെ കിടന്നിട്ട് കറങ്ങിയിട്ടാണ് കിടന്ന് ഉറക്കട്ട. വിൻഷേട്ടൊന്ന് വിളിച്ചാകുമ്പോൾ തന്നെ പാലക്കാട് പോയിട്ടു. അതുകൊണ്ട് തന്നെ രാവിലെ വിളക്കുളത്തിലും കാര്യങ്ങളൊക്കെ വിൻഷേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പാട്ടൊക്കെ വെച്ചിട്ടായിട്ട് പോയേക്കണത്. ഞാൻ എനിക്ക് വരാനാ തോന്നുന്നത്. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ട് ഇതേ ചോറിനുള്ള വെള്ളാട്ട വെച്ചത്. പിന്നെ എനിക്ക് തൊണ്ട ഒരു സുഖം ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. അതായത് സൗണ്ട് ഒന്നും ശരിക്കും വന്നിട്ടില്ല. അപ്പോൾ തേജുവിന് പഴം പുഴുങ്ങിയത് രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ച് 2 പഴം പുഴുങ്ങാൻ വെച്ച്. അപ്പോഴേക്ക് ഇത് അവനും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ നേരെ കുളിപ്പിക്കാൻ അവനെയും കയറ്റി അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അവനെ പുറത്തേക്ക് ഇറക്കിയിട്ട് വേഗതയും അവന് ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് സുന്ദര കുട്ടപ്പനാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനെ പുറപ്പിടിക്കുന്നത് വേറൊന്നുമല്ല, എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അവന് ക്ലാസ്സും ഇല്ല. അപ്പം ഞാൻ അപ്പുറത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അപ്പോൾ എന്തായാലും 3 ദിവസം ഇനി ക്ലാസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവന് ഞാൻ അവൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ കടിക്കില്ലേ നമ്മൾ ഗോൾഡ് ടൈറ്റ് ആക്കാൻ. അപ്പോൾ അവന് ഇക്കിളി കുറച്ച് കൂടുതലാണ്. അങ്ങനെ അവനെ റെഡിയാക്കിയതിന് ശേഷം അവന് പഴതേ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ. ഇങ്ങനെ 4 എണ്ണം കൊണ്ട് വെച്ച് കൊടുത്ത് അവൻ കഴിക്കില്ല. ഇങ്ങനെ കട്ട് ചെയ്താൽ കഴിക്കും, കുറച്ചുള്ളൂല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവൻ അത് കൊടുത്തു. എനിക്ക് ചായ കുടിക്കാൻ യാതൊരു മുഴുവില്ല, വായിക്ക് രുചി ശരിക്കും അങ്ങോട്ട് കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പം ഞാൻ നല്ല ശർക്കര കാപ്പി കുരുമുളക് പൊടി ഇട്ടിട്ട് അത് ഉണ്ടാക്കട്ടെ ചെയ്ത്. ഞാൻ രാവിലെ അത് മാത്രമേ കുടിച്ചുള്ളൂ. അങ്ങനെ തേജുവിൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ആ ചായ കാപ്പി കുടിക്കട്ടെ ചെയ്തത്. ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞു. ഒന്നെൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ആഴ്ചയിൽ 4 ദിവസം ക്ലാസ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ ഞാൻ അവൻ ആദ്യം അവൻ്റെ ഫ്രണ്ടിൻ്റെ വീടിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ. അവൻ കളിക്കാൻ പോകാറില്ല. അപ്പം അങ്ങോട്ടാക്കാനാണ് പോണത്. അപ്പോൾ തേജുക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ എന്നെയാണോ വീഡിയോ എടുക്കണത് അതോ ചെടീനെയാണോ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അവൻ നിന്നോടത്ത് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എടുക്കണതേ. അങ്ങനെ അവനെ വേഗം ഞാൻ അപ്പുറത്തതേ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുക ചെയ്തു. പിന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ അവനെ ഇതേ വിളിച്ചു. ഇനി അവനെ കൊണ്ട് എനിക്ക് അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോകണം. ഇവര് പെട്ടെന്ന് മുടി ഇങ്ങനെ ചെവിട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങണ പോലെ അവന് ഇഷ്ടമല്ല കേട്ടോ. അതിങ്ങനെ മുടി വളർന്നിട്ട് ചെവിടിൻ്റെ അവിടെ കുത്തണത്. അപ്പോൾ അവൻ തുടങ്ങും ചൊറി വീണു, കുത്തി തുടങ്ങി എന്നിങ്ങനെ പറയേ. അപ്പോൾ അവൻ്റെ മുടി കട്ട് ചെയ്യാനാട്ടാ കൊണ്ടിരുത്തിയേക്കണത്. ആദ്യമൊന്നും മുടി കട്ട് ചെയ്യാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, കരച്ചിലായിരുന്നു കേട്ടാ. ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ തന്നെ ഇങ്ങോട്ട് പറയും ചിലപ്പോൾ ഇവിടെ കുത്തുണ്ട് മുടി കട്ട് ചെയ്യാന്ന്. പിന്നെ മുടി കട്ട് ചെയ്ത് ഇവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടത്. എന്തുദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. വെറുതെ നിന്നിട്ട് ഓരോ സ്റ്റൈല് കാട്ടുന്നുണ്ടാ. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ജനഗണമന ചെല്ലണതാട്ടാ. ഒന്ന് കേട്ടോക്കെ. ഇവനാണെങ്കിൽ ഇത് എത്ര വിളിച്ചിട്ടും വീട്ടിലേക്ക് പോരാൻ കൂട്ടാക്കണില്ല കേട്ടോ. അവസാനം ഒരു കുഞ്ഞു പട്ടിക്കുട്ടി വന്നപ്പോൾ അതിനെ കണ്ട് പേടിച്ചിട്ടാ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.